അച്ചടക്കം എന്നത് സ്വയം നിയന്ത്രണത്തിന്റെ പരിപാലനമാണ്. ചുരുങ്ങിയ സമയത്തിലെ ആനന്ദങ്ങൾക്കു പകരം ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രാപ്തമാക്കുന്നതാണ്. ഇത് വ്യക്തി വളർച്ചയ്ക്കും വിജയത്തിനും അടിസ്ഥാനമായി ശ്രദ്ധയും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുന്നു. ഡിസിപ്ലിൻ എന്ന വാക്ക് അതിന്റെ അക്ഷരങ്ങളിലൂടെ വിവരിക്കുന്നു. ഡി ഫോർ ഡെഡിക്കേഷൻ, ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധത. ഐ ഫോർ ഇന്റൻഷനാലിറ്റി, ഉദ്ദേശ്യബോധമുള്ള പ്രവർത്തനങ്ങൾ. എസ് ഫോർ സെൽഫ് കൺട്രോൾ, ശ്രദ്ധക്ഷോഭങ്ങളെ നിയന്ത്രിക്കുന്നത്. സി ഫോർ കൺസിസ്റ്റൻസി, സ്ഥിരമായ ശ്രമവും പതിവുകളും. ഐ ഫോർ ഇന്റഗ്രിറ്റി, മൂല്യങ്ങളിൽ അർപ്പിതമായ നിലപാട്. പി ഫോർ പേഷ്യൻസ്, വിജയം നേടാൻ സമയം എടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. എൽ ഫോർ ലേണിംഗ്, തുടർച്ചയായ കഴിവും വിജ്ഞാനവും നേടൽ. ഐ ഫോർ ഇനിഷ്യേറ്റീവ്, ലക്ഷ്യങ്ങൾ സ്വയം പ്രാപിക്കാനുള്ള ശ്രമം. എൻ ഫോർ നെറ്റ്വർക്ക്, പിന്തുണയ്ക്കുന്ന വ്യക്തികളുമായി ബന്ധം. ഇ ഫോർ ഇവാല്യൂഷൻ, പുരോഗതി സ്ഥിരമായി വിലയിരുത്തൽ. അച്ചടക്കം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തമായ പ്രാപ്തമായ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തനങ്ങളെ ഘടകങ്ങളാക്കി വിഭജിക്കുക. സ്ഥിരമായ ഒരു ദിനചര്യ പാലിക്കുക, സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, ആത്മബോധത്തിനായി ധ്യാനരീതികൾ ശീലമാക്കുക. നമ്മളെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുമായി കൂട്ടുചേരുക. അച്ചടക്കം ജീവിതത്തെ പ്രതിബദ്ധതയിലൂടെ ഉദ്ദേശ്യബോധത്തിനിറയും സ്വയം നിയന്ത്രണത്തിനിറയും വഴിയിൽ കൊണ്ടുവരുന്നു. ഇത് വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കുകയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അച്ചടക്കം വ്യക്തിഗത മൂല്യങ്ങളോടും ആഗ്രഹങ്ങളോടും യോജിച്ചിരിക്കുന്ന സന്തുലിതമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. നന്ദി.